Chera Silks co-presents Let's Rock and Roll. Blockbuster partner MyG and cosmetic partner Dazzler Eterna. പാട്ടും പണവും ഒരുമിക്കുന്ന ഗെയിം ഷോ റോക്ക് ആൻഡ് റോളിന്റെ പുതിയൊരു എപ്പിസോഡ്. നല്ല വൈബാണല്ലേ? ദീപാവലി കാലമായതുകൊണ്ട് ഈ ദീപാവലിയിൽ നമുക്ക് അതിഥികളായിട്ട് വിളിച്ചു വരുത്തേണ്ട ആൾക്കാരെ തന്നെയാണ് നമ്മൾ ഇന്ന് വിളിച്ചു വരുത്താൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ദിവാലി സ്പെഷ്യൽ എപ്പിസോഡ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ആൾക്കാർ, അവര് പക്ഷെ നമ്മുടെ സ്വന്തം തന്നെയാണ്. അവരെ നമ്മൾ തിരിച്ചു വിളിക്കുകയാണ്, അവരുടെ റീയൂണിയനാണ്. യെസ്, അതായത് സി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിരിക്കുന്ന ഷോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സി കേരളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരൊറ്റ ഉത്തരമാണ്, അത് സരിഗമപ്പ. സരിഗമപ്പായിലൂടെയാണ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലേക്ക് ഏറ്റവും കൂടുതൽ ഒരു റിയാലിറ്റി ഷോ പ്ലേബാക്ക് സിംഗേഴ്സ് ഉണ്ട്. അതെ, അവരെ കാണാനായിട്ട് വീണ്ടും ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ ഇപ്പോ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് തിരിച്ചു കൊണ്ടുവരികയാണ് സരിഗമപ്പായുടെ മുത്തുകളെ. മരണമാസ് എൻട്രി എന്നൊക്കെ പറയുന്നു, അതുപോലൊരു മാസ് എൻട്രി തന്നെ പറയാം. അങ്ങനെയാണെങ്കിൽ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അവർ വീണ്ടും മരണമാസ് എൻട്രി നടത്തുകയാണ്. അതാ നമുക്ക് അങ്ങോട്ട് മാറിയില്ല. യെസ്, ഉന്നം മറന്നു തെന്നിപ്പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്തു ചില്ലിട്ടടച്ചതല്ലേ. ഉന്നം മറന്നു തെന്നിപ്പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്തു ചില്ലിട്ടടച്ചതല്ലേ. വെറുതെ കോലം തുള്ളും മനസ്സേ പാവം നീയും, വെറുതെ കോലം തുള്ളും മനസ്സേ പാവം നീയും. വഴിയിൽ ചെക്കയുണരും വാലുവിറയൻ പക്ഷി പറയൂ, ഭൂമിയിനി അടിപൊളി കുലുങ്ങുമെ കുറുവര നനങ്ങുമ്പോൾ ഉന്നം മറന്നു തെന്നിപ്പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്തു ചില്ലിട്ടടച്ചതല്ലേ. അന്തിക്കടപ്പുറത്തൊരോലക്കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? അന്തിക്കടപ്പുറത്തൊരോലക്കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല പരുക്കല്ല തിരകളല്ല ചെമ്മാനം വാഴണ തുറയരയൻ, അങ്ങേ കടലില് പള്ളി ഉറങ്ങാൻ മൂപ്പര് പോണതാണേ. അന്തിക്കടപ്പുറത്തൊരോലക്കൂടെ എടുത്ത് നാലും കുട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? സരിഗമപ്പായുടെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞതിന് ശേഷം ഒരൊറ്റ കുട്ടിയെ കണ്ടിട്ടില്ല. അതെ, ഇന്ന് വരെ ഒരു റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ട് ഇത്രയും അധികം ആൾക്കാർ സിനിമയിലും പല പല മേഖലകളിൽ പാടി കഴിവ് തെളിയിക്കാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് ഒരുപാട് അവസരങ്ങളാണ് നിങ്ങളെ കാത്തിട്ട്. മാത്തുക്കുട്ടി സിനിമ ചെയ്തപ്പോ തന്നെ ഇതിനകത്ത് രണ്ടുപേരാ പാടിയത്. എന്റെ ഇടതും എന്റെ വലതും നിൽക്കുന്ന രണ്ട് ഗായകർ. അടുത്തയാള് അക്ബർ എന്നോടൊപ്പം കുറെ സ്റ്റേജിൽ ഒരുമിച്ച് നമ്മള് സ്റ്റേജ് പങ്കിട്ടിട്ടുണ്ട്. പിന്നെ
ഭരത്. അവനെ വിട്ടേക്ക്. ബാക്കി നമുക്ക് അടുത്ത ആള്. നീ എന്തിനാണ് തൂക്കി പിടിച്ചോണ്ട് നിൽക്കുന്നത്? അങ്ങനെ പറയരുത്, നമ്മള് കുറച്ചു മുമ്പ് ഒരുമിച്ചായിരുന്നു. ഭരത് നമ്മുടെ കൂടെ ഇതിപ്പോ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇതിൽ പാട്ടറിയാവുന്ന ഒരാൾ വേണമെന്നുള്ളത് കൊണ്ട് ഭരത് ഫുൾ ടൈം നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ എവിടെയെങ്കിലും ചെന്നിരിക്കുമ്പോ അപ്പൊ തന്നെ മറ്റേ വാതിൽ തുറന്നു വന്നിട്ട് അത് മാത്രമല്ല ഇന്ന് ഉച്ച കഴിഞ്ഞ് സെലിബ്രിറ്റി ആയി മാറിയിരിക്കുകയാണ്. ഈ എപ്പിസോഡ് കഴിഞ്ഞാൽ ഉടൻ തന്നെ വീണ്ടും പണിക്കാരനായി മാറും. യെസ്, ശ്വേത, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഈ ഇതിലൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത്? ഫിനാലെ കഴിഞ്ഞതിന് ശേഷം എല്ലാരും ലൈവൊക്കെ വരുമ്പോ സരിഗമപ മിസ് ചെയ്യുന്നു എന്നായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളും മിസ് ചെയ്യുന്നു. ഇപ്പൊ സീ കേരളത്തിൽ ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ എന്ന ഷോയിലൂടെ പിന്നെയും വരാൻ കഴിഞ്ഞതിൽ തന്നെ വളരെ സന്തോഷം. യെസ്. നന്ദനെ കുറിച്ച് ഞങ്ങൾ കേട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, നന്ദ ഈ ചില ക്ലാസ്സിലൊക്കെ ഒന്നാമത്തെ ബെഞ്ചിൽ നല്ല പഠിപ്പിസ്റ്റ് പിള്ളേർ ഇങ്ങനെ ഇരിക്കൂലേ, ടീച്ചർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കേട്ട് എഴുതിയിരിക്കുന്ന കുട്ടി. അങ്ങനെയല്ല, ഞാൻ കുറച്ച് അപ്പൊ നമുക്കൊരു പണി ചെയ്യാം, ഭിന്നിപ്പിച്ച് ഭരിക്കാം. അപ്പൊ നിങ്ങൾ ഭിന്നിക്കുകയാണ്. നിങ്ങൾ ടീമായിട്ട് അങ്ങോട്ടേക്ക് പോയി. നമ്മുടെ ചില പ്രോഡക്ട്സിന് മുന്നിൽ, നമ്മൾ വാങ്ങുന്ന ചില പ്രോഡക്ട്സിന് മുന്നിൽ ഇത് അപകടം ഉണ്ടാക്കും, അത് അല്ലെങ്കിൽ ഹൈലി ഇൻഫ്ലൈമബിൾ, അല്ലെങ്കിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരം, അതുപോലെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ നിയമപ്രകാരമുള്ള മുന്നറിയിപ്പുണ്ട്, കൊടുക്കും. അതുകൊണ്ട് അങ്ങോട്ട് നോക്ക്, തൊട്ടാൽ പൊള്ളും. മാത്രല്ല ഇവരുടെയൊക്കെ പ്രോഗ്രാം കണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഈ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞില്ലേ, അതിന്റെ എല്ലാ കുരുത്തക്കേടുമാരുടെ കയ്യിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കാര്യങ്ങൾ ഒതുങ്ങൂല, കൺട്രോൾ ചെയ്യാൻ പറ്റും, ഓടൂല. അപ്പൊ അത് കാരണം കൊണ്ട് ഇത് ഒതുങ്ങാൻ വേണ്ടിയിട്ട്, ഇവർ ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 പേരെ കൂടി ഇങ്ങോട്ട് വിളിക്കാൻ പോവാണ്. അതെ, നിങ്ങളുടെ 3 ടീമിനും ഒരേ ലീഡറിന്റെ വീതം തരാൻ പോവാണ്. ആരാണ് ഈ 3 ടീമുകളും ആകാംക്ഷാഭരിതരായിട്ട് കാത്തിരിക്കുന്ന ആ 3 പേർ ഷെരീഫ് ക, മിഥുൻ ആൻഡ് അഷിമ. എങ്ങനെയുണ്ട് പണി? എങ്ങനെയുണ്ട്? ഒരു കാര്യം, പണി ഇത് ആർക്കാ പണി ഉദ്ദേശിച്ചത്? ഇപ്പൊ അങ്ങനെയായോ? ഇപ്പൊ എങ്ങനെയായി മാത്തു? ഒന്നാമത് നമ്മുടെ കയ്യിൽ നിന്ന് ഇവര് പോയി, ഇനി ഞങ്ങളെ ബഹുമാനിക്കേണ്ട കാര്യമില്ല, സ്നേഹിക്കേണ്ട കാര്യം. ഇനി എവിടെങ്ങനെയൊക്കെ ഞങ്ങൾക്ക് പണി തരാന്നാണ് ഉമ്മാരുടെ ഐറ്റം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇതൊക്കെ മാത്തുന്റെ ഐഡിയ ആയി പോയി. സത്യം പറഞ്ഞു അല്ലെ, എനിക്ക് ഷെരീഫ് ഖാനെ കുറച്ചും കൂടെ നേരത്തെ അറിയാവുന്ന കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു ഷെരീഫ് ഖാൻ അത്യാവശ്യം ഗൗരവമൊക്കെ ഉള്ള ഒരാളാണല്ലോ. അപ്പൊ ഷെരീഫ് ഖാൻ ഈ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ ഏറ്റവും മെരുക്കാൻ പ്രയാസമുള്ള ഒരു ജീവി എന്ന് വെച്ചാൽ ഈ അക്ബറാണ്. അപ്പൊ ഈ അക്ബറിനെ ഒന്ന് മെരുക്കി. എടാ മോനെ പറയിപ്പിക്കലടാ, ആകെ ഇത് നടക്കുള്ളൂ, എനിക്കറിയാം. പിന്നെ മാത്തുക്കുട്ടി പറഞ്ഞ് ഇവരെ മേയ്ക്കാനേ ഒരാള് ഞാൻ നോക്കിയിട്ട് അത് മിഥുനായിരിക്കും, മിഥുനെ വിളിച്ചു നോക്കാൻ മേയ്ക്കാൻ ഇല്ലേ? നന്നായിരിക്കും. ഓക്കെ, എന്തായാലും കാര്യങ്ങളൊക്കെ പരസ്പരം പരിചയപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി നമ്മുടെ പോഡിയത്തിലേക്ക് പോവാം. ഓരോരുത്തരുടെയും ടീമിലേക്ക് ജോയിൻ ചെയ്യാം. കല്ലു, എന്തായാലും പാട്ടിന്റെ പരിപാടിയാണ്, വന്നിരിക്കുന്ന മൊത്തം പാട്ടുകാരാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഇതുകൊണ്ട് തന്നെ പണി പോയ ഒരാളവിടെ ഉണ്ട്. സത്യം, ഇവര് വന്നതിന് ശേഷം ഞാൻ പോസ്റ്റ് ഇവിടെ. ഇത് ഞാൻ ദുഃഖത്തോടു കൂടി പരിചയപ്പെടുത്തട്ടെ, നിങ്ങളില്ലാത്തപ്പോ ഈ തട്ടിൻ പുറത്താകും മൃഗാതിരാജൻ എന്ന് പറയുന്ന പോലെ ഈ നമ്മുടെ സത്യത്തിൽ മ്യൂസിക്കിന്റെ ആളിതാ, മ്യൂസിക്കിന്റെ ബാങ്ക് ആണ്, മ്യൂസിക് ജോക്കി. കാണാനൊരു ലുക്കില്ല എന്നുള്ള സത്യത്തിൽ സത്യത്തിൽ ഉണ്ടല്ലോ, നിങ്ങൾ വന്നതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ അങ്ങോട്ട് നോക്കിയിട്ടും കൂടിയില്ല, നമ്മൾ ഇങ്ങനെ വായം തുറന്ന് ഇങ്ങോട്ടാണോ ഞങ്ങളങ്ങോട്ടാ നോക്കിയിരുന്നേ. ഓക്കെ കല്ലു, അപ്പൊ എന്തായാലും ഇത്രയും പാട്ടുകാരൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ പാട്ടിന്റെ മത്സരത്തിന്റെ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് പറയണ്ടേ? പറയണം. അത് പറയുമ്പോ കല്ലു ബെസ്റ്റ് പറഞ്ഞോ. ഇതാണ് നമ്മുടെ ബാങ്ക്. ഈ ബാങ്കിൽ ഒരുപാട് പൈസ ഉണ്ട്. ഓരോ ടീമിനും ഓരോ ലക്ഷം രൂപ വീതം തരും. ഇതിനകത്തുനിന്ന് 4 റൗണ്ടിനും മത്സരിക്കാൻ വേണ്ടിയിട്ട് 15,000 രൂപ എപ്പോഴും മാറ്റി വെക്കണം. അത് മനസ്സിൽ വേണം. അത് വെച്ചിട്ട് ബാക്കി എത്ര രൂപ വെച്ച് വേണമെങ്കിലും കളിക്കാം. നമുക്കൊരു 15 വെച്ചാൽ മതി. 15 ഫസ്റ്റ്, എന്നാ 30 ഞങ്ങൾ 20 വെക്കും.
ആദ്യത്തെ റൗണ്ട് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ×1 ആയിരിക്കും. എന്ന് വെച്ചാൽ അതേ തുക തന്നെ ആയിരിക്കും. 15,000 രൂപ ബെറ്റ് വെച്ച് കഴിഞ്ഞാൽ 15,000 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ജയിച്ചാൽ തോൽക്കുന്ന ആളുടെ ആ 15,000 രൂപ വീതം നമ്മൾ ഇതിനകത്തേക്ക് ബാങ്കിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യും. അപ്പൊ അത് നിങ്ങൾക്ക് നഷ്ടം വരും. രണ്ടാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ മത്സരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ എത്ര തുകയാണോ നിങ്ങൾ വെക്കുന്നത് അതിന്റെ ×2, അതായത് 15,000 ആണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ 30,000 രൂപയാണ് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുക. ഇനി മൂന്നാമത്തെ റൗണ്ടിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ വെക്കുന്ന തുകയുടെ ×3 എന്ന് വെച്ചാൽ 50,000 വെച്ച് കഴിഞ്ഞാൽ 1,50,000 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നാലാമത്തെ റൗണ്ടിൽ നിങ്ങൾ വെക്കുന്ന കാശിന്റെ 4 ഇരട്ടിയല്ല 5 ഇരട്ടിയാണ് നിങ്ങൾക്ക് തിരിച്ചത്. 25,000 രൂപ വെച്ച് കഴിഞ്ഞാൽ 1,25,000 രൂപയായിട്ട് തിരിച്ചു കിട്ടും. അവസാനം നമ്മൾ കളി അവസാനിപ്പിക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ റൗണ്ട് തീർന്നു കഴിയുമ്പോൾ ആരുടെ കയ്യിലാണോ ഏറ്റവും കൂടുതൽ എമൗണ്ട് ഉള്ളത് അവർ മാത്രമായിരിക്കും റോക്ക് ആൻഡ് റോളിന്റെ വീട്. ബാക്കി എല്ലാവരുടെ കാശും നമ്മൾ തിരിച്ചു ബാങ്കിലേക്ക്. ഇവിടെ ഒരു ടീം മാത്രമേ വിജയിക്കൂ. അതെ, ബൂർഷ കളിയാണ്. ബൂർഷ കളി. ബൂർഷ കളി. വെറും ബൂർഷയല്ല, പെറ്റി ബൂർഷ. അങ്ങനെയാണ് മാത്തു. ഞാൻ ഇവരുടെ പൈസ കൊടുത്തിട്ട് ഡീലിംഗ്സ് അങ്ങ് ഓക്കെ ആക്കി. അപ്പോ ആദ്യം തന്നെ ഓരോ ടീമിനും കല്ലു ഓരോ ലക്ഷം വെച്ച് അങ്ങ് തരാൻ പോവാണ്. മാത്തു, യെസ്, പെട്ടികൾ വന്നിട്ടുണ്ട്. ഇതെന്താണ് സംഭവം? ഇത് തുറക്കുമ്പോ പാട്ട് വരുമോ? ഇത് വലിയൊരു സംഭവമാണ് കല്ലു. അതായത് ഉണ്ടല്ലോ, നമ്മുടെ ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട മത്സരം ആയതുകൊണ്ട് തന്നെ ഇവർ പലരും രസമായിട്ട് ഈ ഉപകരണ സംഗീതം വായിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് വായിക്കാൻ പറ്റിയ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് തേടിയിട്ട് ഞാൻ അലയുകയായിരുന്നു മക്കളെ, അലയുകയായിരുന്നു. ഇവിടെ കൊച്ചിയിലുള്ള പല ഇൻസ്ട്രുമെന്റ് ഷോപ്പികളെ ഞാൻ കയറി ഇറങ്ങിയിട്ടും കിട്ടാത്തത് കൊണ്ട് തന്നെ ചെന്നൈയിൽ AR റഹ്മാന്റെ സ്റ്റുഡിയോ എന്ന് വരുത്തിച്ച സാധനങ്ങൾ വരെ ഇതിന്റെ അകത്തിരുന്നു. സത്യം? ശരിക്കും. അപ്പോ ദീപാവലി ആയിട്ട് നമ്മൾ ഐശ്വര്യമായിട്ട് ഇവർക്ക് കൊടുക്കാൻ പോകുന്ന മത്സരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ നേരെ ടീം ലീഡർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഈ പാട്ട് പെട്ടി തുറക്കുക, അതിലുള്ള ഉപകരണം എടുക്കാം. അപ്പൊ ഞങ്ങള് നിങ്ങളോടൊരു പാട്ട് പറയും. ഈ പാട്ട് നിങ്ങളുടെ ടീമിനെ ഉപകരണ സംഗീതത്തിലൂടെ വായിച്ചു കേൾപ്പിക്കാം. ഞാനിത് എൻജോയ് ചെയ്യാ. അത് ഏതാണെന്ന് അവർക്ക് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ വിജയിക്കും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പൂരത്തിന് കിട്ടുന്ന സാധനത്തിന് പുള്ളി എന്ത് ചെയ്യാനാ? അതെ, മത്സരം എല്ലാം ക്ലിയർ ആയല്ലോ. അതുകൊണ്ട് തന്നെ ഇനി എത്ര രൂപയാണ് നിങ്ങൾ ബെറ്റ് വെക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയേണ്ടത്. നമുക്കൊരു 15 വെച്ചാൽ മതി. 15 ഫസ്റ്റ്. അപ്പൊ ടീമേ 15,000 ബെറ്റ് വെച്ചിരിക്കുകയാണ്. 15,000. ഞങ്ങളും 15,000. 15,000. ടീം സി ഞങ്ങളും 15. 15. അങ്ങനെയാണെങ്കിൽ ഈ റൗണ്ടിന്റെ പേരെന്താ മാത്തു? ഈ റൗണ്ടിന്റെ പേര് ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ ശരിയാക്കി തരാം. അപ്പോ ഏറ്റവും ആദ്യം ടീം എയുടെ ലീഡർ ഷെരീഫ്. ഷെരീഫിക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ ഏത് പെട്ടിന്ന് വേണമെങ്കിലും സാധനം എടുക്കാം. എനിക്ക് 1. 1. പൊക്കോ, എടുത്തോ. എന്റെ ദൈവമേ, എന്ത് സാധനം! ഈ പാത്തുക്കുട്ടി, ഈ സാധനമാണ് റഹ്മാൻ സാറിന്റെ സ്റ്റുഡിയോ. ഇത് മദ്രാസിൽ ഞാൻ എത്ര അലഞ്ഞു എന്നറിയോ? അല്ല, ഇതും കൊണ്ടാണ് അലഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇതും കൊണ്ടാണ് അല്ലെങ്കിൽ മാത്തുക്കുട്ടി കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊരു കാര്യം നോക്കണം. കാശ് വെക്കില്ല. അത് കാണുമ്പോ തന്നെ എന്തൊരു ഐശ്വര്യം. അതെ. പച്ച, മഞ്ഞ, വെള്ള, നീല, ഒരു കളർഫുൾ പരിപാടിയല്ലേ. സാധാരണ ഒരു ഉത്സവം പോയി കഴിഞ്ഞാലേ ഇത് വായിക്കുന്ന ആൾ ഇങ്ങനെ ആയിരിക്കും. ഇനി പാട്ട് നമ്മൾ തരും. ആ പാട്ട് വെച്ചിട്ട് വേണം അവരെ പാടി കേൾപ്പിക്കാൻ. 3 മിനിറ്റ് ആണ് നിങ്ങൾക്കുള്ള സമയം. 3, 2, 1 സ്റ്റാർട്ട്. താമര പെണ്ണേ, പൂവേ പാലപ്പൂവേ. ഇപ്പൊ ഓണല്ലേ. അല്ലെങ്കിൽ അടുത്ത പാട്ട്, രണ്ടാമത്തെ പാട്ടിലേക്ക് പോകാം. പൊന്നേ പിണങ്ങല്ലേ എന്ത് അതന്നെ ഫസ്റ്റ് കേട്ടില്ലേ? അതന്നെ. ഫസ്റ്റ് രണ്ടിലാ ശ്രദ്ധിച്ച
ഫോട്ടോ അല്ല ഇത് കിട്ടിയില്ല നിങ്ങളെ കുറ്റം തന്നെ കേട്ടോ. എടാ, ആ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ കിട്ടിയോ? ആ പാടിക്കോ. മുത്തേ പൊന്നേ അയ്യോ! കിടങ്ങല്ലേ കുറ്റം അതല്ലടാ ഞാൻ മുണ്ട് പറിച്ച് കാണിച്ചത്. അടുത്ത മൂന്നാമത്തെ പാട്ട്. ഞാനിത് എൻജോയ് ചെയ്യാ. അത് കിട്ടിയതാട്ടോ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഇതെങ്കിലും നീ പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ ഇപ്പൊ നിന്നെ ഇറക്കി വിടുവാണ്. എന്റെ ശ്വാസം തീർന്നു. പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ. ദൈവത്താണ് എനിക്കിത് കിട്ടുന്നത്. എന്നെ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. എനിക്കാണ് നോക്കി അങ്ങനെ പാട്ട് കിട്ടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച കിട്ടിയോ? കറുത്ത പെണ്ണാണോ? അടുത്ത ഒരു പാട്ട് കഴിഞ്ഞോ? രണ്ടെണ്ണം കിട്ടിയതാ. ഫസ്റ്റ് പാട്ട് ഒന്നുകൂടെ. വായിച്ചേ. എനിക്ക് കണ്ണടക്കണത് മായ്ച്ചു കളയണോ? ഇത് കേൾക്കണ മനസ്സിലാവുന്നില്ല. ശരിക്കും സത്യക്ക് മോളെ ഇഷ്ടപ്പെട്ട പാട്ടാ. നിന്നിലാണ് അവസാന പ്രതീക്ഷ. ഇവന് മലയാളം ഒരു വസ്തു അറിയില്ല. അതാ പ്രശ്നം. അതാ കിട്ടി. എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും സത്യത്തിൽ നീ ഇക്കാനെ റാഗിയണതല്ലേ? അതായത് ഈ ഒരു PP വെച്ചിട്ട് ഇത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രയത്നിച്ചല്ലോ, അതിനൊരു കയ്യടി കൊടുക്കണം നമ്മളെ. അത് മാത്രമല്ല, നമ്മുടെ ഈ ഷോയിലൂടെ റോക്ക് ആൻഡ് റോളിലൂടെ ഷെരീഫ്ക്കയുടെ വേറൊരു മുഖമാണ് നമ്മൾ കാണുന്നത്. ഒരു പാട്ടുമായിട്ട് മടങ്ങുകയാണ്. ഇനി നിങ്ങളുടെ ഊഴമാണ്, അവസരമാണ്. ലീഡർ ഏതാണ് നമ്പർ 1? 5 എടുക്കാം. 5 എടുക്കും. പറയണോ കേട്ടോ? മനസ്സിലായി. അവൻ ചെയ്ത പോലെ കാണിക്കരുത്. നമുക്ക് പേടിയില്ലല്ലോ. അതെ. റെഡി 3, 2, 1. അല്ല മോനെ. നന്നായിട്ടാ ക്ലിയർ ആയിട്ട് അടിക്കുന്നേ. സ്പെസിഫിക്കാ. എനിക്ക് കിട്ടി. ഓ മാൻ, ഇല്ല കിട്ടിയില്ല. ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ ഒരു പണി ചെയ്യാം. ഇവരെ കൊണ്ട് പറയിപ്പിക്കട്ടെ. കിട്ടിയ പിച്ച വെച്ച സെക്കൻഡ് പാർട്ട്. അടുത്ത സെക്കൻഡ് പാർട്ട്. പോരാമോ എന്നോടിഷ്ടം കൂടാ. അത് കിട്ടും. ആരെങ്കിലും പറഞ്ഞു തന്നോ? രണ്ടെണ്ണത്തിലോ ഒരെണ്ണം കിട്ടി. മൂന്നാമത്തെ വീണയുമായ മനസ്സിന്റെ പൂവിലുണർന്നവളെ വീണയുമായ പാട്ടുകൂടി ബാക്കിയുണ്ട്. ഇത് പറ്റും. ഈസി. ഇപ്പൊ കിട്ടും. എടുക്ക് സാധനം എടുക്ക്. വായിച്ചു. ഓക്കെ കാറ്റെടുത്തോണ്ട്
എന്തായാലും ഉണ്ടല്ലോ നല്ല രസമായിട്ട് പുള്ളിനെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ അതിന്റെ ബേസും ടോപ്പും ഒക്കെ നോക്കി മാറി 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 കുട്ടി. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ പൂരത്തിന് കിട്ടുന്ന സാധനത്തിന് പുള്ളി എന്ത് ചെയ്യാനാ? ഇതും പൂരത്തിന് എത്ര നോട്ടാ? ഇത് നോട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ ഫുൾ പൊട്ട നോട്ടാ. അപ്പൊ 3 സ്വന്തമാക്കിയിട്ട് ടീം ബി 3 പോയിന്റ്. മാധു, യെസ് ടീം സി ആണ്. ടീം സിയിലെ കാസിനോ നിന്ന് കരയാ. തേങ്ങയാണ് തേങ്ങ. അശ്വിൻ റെഡി അല്ലേ? അശ്വിൻ റെഡി അല്ലേ? ഏതാണ് ഏത് പെട്ടി? ഏത് പെട്ടി? 3. വാ. ആദ്യത്തെ ഫസ്റ്റ് വൺ. ടൈം സ്റ്റാർട്ട് ചെയ്തോ. 3, 2, 1 സ്റ്റാർട്ട്. അതെ, ഒന്ന് ചിരിപ്പിക്കാതിരിക്കും, ആ കുട്ടിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഒന്നൂടെ പോട്ടെ. ഒന്നാമത്തെ പറ്റൂല്ലെങ്കിൽ രണ്ടാമത്തൊന്നോ. തന്നെണ്ണം താനെണ്ണം താളത്തിലാടി. രണ്ടാമത്തെ പാട്ട്. ഇത് കുഴപ്പമില്ല. പറഞ്ഞോ. ഒന്നൂടെ ആദ്യം പോലെ ഒന്നൂടെ. എന്നാ അടുത്ത പാട്ട്. ശരി, മൂന്നാമത്തെ. സമയം പോകുന്നു. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ പുരികത്തിലാണോ വായിക്കുന്നത്? കൈ കറക്റ്റ് കേട്ടോ. പഞ്ചാരി മേളോ? അങ്ങനെ എന്തൊരു ടൂൺ കിട്ടി. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ലാസ്റ്റത്തെ സാരല്ല. ലാസ്റ്റ് പാട്ട്, 4ാമത്തെ. ഇതെങ്ങനെ പിടിച്ചോ? അപ്പൊ ഗംഭീര പ്രകടനമായിരുന്നു ഇവിടെ കാഴ്ചവെച്ചത്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള വിവരം ടീം സിക്ക് ഇല്ലാത്തതുകൊണ്ട് അവർ സംപൂജ്യരായിട്ട് പരാജയപ്പെട്ടു. 2 ശരിയായിട്ട് പറഞ്ഞത്. ഫസ്റ്റ് ടീം, അതായത് ടീം എ, 1 ശരിയാക്കി. അതുകൊണ്ട് തന്നെ ഈ റൗണ്ടിലെ വിന്നർ ആയിരിക്കുന്നു ടീം ബി. മാധു, യെസ് കല്ലു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചില ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കാനുണ്ട്. 15,000 രൂപ അവര് ബെറ്റ് വെച്ചു, 15,000 രൂപ അവര് ബെറ്റ് വെച്ചു. അപ്പൊ ആ പൈസ വാങ്ങാനും ഉണ്ട്, 15,000 അങ്ങോട്ട് കൊടുക്കാനും ഉണ്ട്. യെസ്. മാധു, യെസ് കല്ലു. അങ്ങനെ ഇപ്പോ നമ്മുടെ 2 ടീമിന്റെ കയ്യിൽ നിന്ന് ഞാൻ 15,000 വീതം വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ അവരുടെ ഓരോ ടീമിന്റെ കയ്യിലുള്ള പൈസ ഞാനൊന്ന് പറയാം. ടീം എയുടെ കയ്യില് 85,000 രൂപയുണ്ട്. ടീം ബിയുടെ കയ്യിൽ 1 ലക്ഷം കൃത്യമായിട്ടുണ്ട്. ടീം സിയുടെ കയ്യിൽ വീണ്ടും 85,000 രൂപയായിരിക്കാം. മാധു, യെസ് കല്ലു. ഇത്തവണ നമുക്കൊരു വെറൈറ്റി പിടിക്കാം. കാരണം പാട്ടുകാരായതുകൊണ്ട് ഇവര് എന്ത് പറഞ്ഞാലും പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന ആൾക്കാർ. നമ്മളിപ്പോ വീട്ടിലൊക്കെ പാർട്ടി കൂടുന്ന സമയത്ത് ഡംസ്റ്റർ കളിക്കൂലേ, ആ സമയത്ത് ചില ആൾക്കാർ ചുണ്ടനക്കിയിട്ട് ഇത് പറയും. അപ്പൊ സിനിമാ പേര് കണ്ടുപിടിക്കും. പക്ഷെ ഇവിടെ സിനിമാ പേരല്ല, ആ പാട്ടാണ് കണ്ടുപിടിക്കുക. തീർച്ചയായിട്ടും പാട്ടുകാരാകുമ്പോ നമുക്ക് പാട്ട് തന്നെ കണ്ടുപിടിക്കാൻ കൊടുക്കാം. അപ്പൊ ഇതിനകത്ത് ലൂപ്പ് ഹോൾസ് ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഇതൊരു സ്ക്രീനിന് പിന്നിലാണ് നടക്കുന്നത്. ഉണ്ണി അമ്മേ പ്രേതം ഷാഡോ ആർട്ട് കാണുന്ന പോലെ നമ്മൾ ഒരാൾ പോയിട്ട് അതിനകത്ത് ഷാഡോ കാണിച്ചു കൊടുക്കണം. അത് ഏത് പാട്ടാണെന്ന് പുറത്ത് നിൽക്കുന്ന ആൾക്കാർ പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്നിട്ട് ചുണ്ടണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഷാഡോക്ക് ഇപ്പുറത്തേക്ക് ഇതൊന്നും കാണൂല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ലാർജ് ആയിട്ട് കാണിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങൾ എന്താണെന്ന് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് കൺവേ ആവുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ബെറ്റ് വെക്കുന്നു ഇപ്പൊ പറയാം. നിങ്ങളുടെ കയ്യിൽ 85,000 രൂപയുണ്ട്. നിങ്ങൾ എത്ര ബെറ്റ്?
25. 75? 25. 25. എന്നാ 30 ഞങ്ങൾ വെക്കും. 30,000. നിങ്ങൾ എത്ര നമ്മളൊരു വെക്കും? നമ്മളൊരു 20 വെക്കും. അവന്റെ ബിൽഡപ്പ് ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മിനിമം 40 വെക്കും. വെക്കും. ആളൊരുങ്ങി അരങ്ങൊരുങ്ങി കാര്യങ്ങളെല്ലാം അവിടെ സെറ്റാണ്. ഈ റൗണ്ടിന്റെ പേര് ജബ ജബ ജബ. ഏ ടീമിൽ നിന്ന് ആരാ വരുന്നത്? നന്ദ. ഒരു മിനിറ്റ് സമയമാണുള്ളത്. ആ 1 മിനിറ്റിനുള്ളിൽ കറക്റ്റ് ആയിട്ട് ഉത്തരം പറയണം. പറഞ്ഞോ. ഒന്നാമത്തെ 3 വാക്ക്. ആ കുട്ടി അല്ല, കുട്ടി എന്ന് പറയുന്നത് പാവ. ഉണ്ണി. കുഞ്ഞ്. ആ അമ്മേ പ്രേതം. ആദ്യത്തെ കുഞ്ഞാണോ? പറവ. കുഞ്ഞിപ്രാവ്. തത്ത. പക്ഷി. കിളി. കിളിയേ. ഒന്നാമത്തെ ചോദ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ ക്ലൂ. നമുക്ക് പാടാം. റെഡി. 3 വാക്ക്. ആ പാട്ട്. പാടുന്നു. പാടി. ആ രണ്ടാമത്തെ വാക്ക്. പുഴ. തൊടി. പാടാവനമാ. പാടി. ഒന്നാമത്തെ പാടി. അല്ല, ഒന്നാമത്തെ പാടാം. പാടാൻ നമുക്ക് പാടാം. ഞാൻ നിന്നെ പ്രേമി. മൂന്നാമത്തെ ക്ലൂ. 3 വാക്ക്. ഞാൻ. ആ നീ. ഞാനും 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 നീയും ഞാനും ഞാനും. നീയും. അതന്നെ പറയണേ. ഞാൻ നിന്നെ ഞാൻ നിന്നെ പ്രേമിക്കുന്നു. നല്ല പ്രകടനമായിരുന്നു. 3 പാട്ടും കൃത്യമായിട്ട് പറഞ്ഞു. റോക്ക് ആൻഡ് റോളിന്റെ വേദിയിൽ ജബ 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 എന്ന് പറയുന്ന ഈ മത്സരത്തിലേക്ക് പങ്കെടുക്കാനായിട്ട് ടീം ബി ആരാണ് വരുന്നത്? കണ്ണേട്ടെ. കണ്ടിട്ട് കമോൺ കണ്ണേട്ടാ. ഒന്നാമത്തെ ക്ലൂ കണ്ണേറ്റിന് കൊടുക്കാൻ പോവാണ്. നിനക്കെന്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൻ മഴവില്ലു മേനഞ്ഞു തരാ. 3 വാക്ക്. ഒന്നാമത്തെ നീ. നിന്നെ. ഞാൻ. നീ എന്നെ. നീ എന്റെ. 2 സൈഡിലുള്ള ഞാൻ നീയാണോ? അതുമായിട്ട് ബന്ധപ്പെട്ട ഓർണം. നിന്നിൽ. നിന്നെ. നിന്നോട്. നിനക്ക്. ഓക്കെ. നിനക്കെന്നെ. നിനക്കെന്റെ മനസ്സിലെ മലരിട്ട. പത്ത് വാക്കോ? 2 വാക്ക്. ഒന്നാമത്തെ 10. 10 വെളുപ്പീന. രണ്ടാമത്തെ ക്ലൂ അടിപൊളിയായിട്ട് പറഞ്ഞു. മൂന്നാമത്തെ ക്ലൂ എത്തുന്നു കല്ലു. 3 വാക്ക്. ആ ഫസ്റ്റ് വേർഡ്. വള്ളം. വഞ്ചി. തുഴയുക. തോണി. തെയ്യത്തോ. അതാണോ? തെയ്യാര. വള്ളം. പൂ. ആമ്പൽ. കായൽ. കുളം. പുഴ. എന്താ? കൈ. കൈതപ്പൂവിൻ കന്നിക്കൂറും. ഈ കൈ കാണിക്കുമ്പോ തന്നെ കൈതപ്പൂവിൻ പാടുന്ന അവരുടെ സ്കില്ലായിരുന്നു. അത് ഭീകര സ്കില്ലായിരുന്നു. ടീം എയുടെ പിന്നാലെ ടീം ബിയും ഗംഭീര പ്രകടനമാണ് ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അടിപൊളി. കയ്യടിയോട്. യെസ്. ഇനി ടീം സി. അവനെ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ കുഞ്ചുണ്ണി വാശി ലുക്ക് ഉണ്ട് കേട്ടോ. റെഡി. അടിപൊളി. അപ്പൊ രണ്ടാമത്തെ ക്ലൂ കൊടുക്കാൻ പോവാണ്.
ഒരു word. വാക്ക്. 4 4. word. ഒന്നാമത്തെ വാക്ക്. ഞാൻ ഞാൻ നടന്നു. 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 വായ. വായ. മായ. പായുന്നു. ഞാൻ നീ നടക്കും. ഞാൻ ഞാൻ സമയം കഴിഞ്ഞു പോവാണ്. 10, ഞാൻ 8, ഞാൻ 6, 5. ഞാൻ രക്ഷയില്ല, രക്ഷയില്ല. ഓക്കെ, ആദ്യമായിട്ട് ഒരാൾക്ക് ഉത്തരം പറയാനായിട്ട് പറ്റിയില്ല ഈ ക്ലൂന്. ഒരു ക്ലൂ കൂടി ബാക്കിയില്ലേ? ഒരു ക്ലൂ കൂടെ ബാക്കിയുണ്ട്. യെസ്, എന്നാ അത് കൊടുക്കുക. പൂവിളി പൂവിളി പൊന്നോണമായി. ഒന്നാമത്തെ വീട്. പൂവ്. പൂവാ. പൂവ്. പൂവ്. പൂ പൂവിളി. പൂവിളി. പൂവിളി പൊന്നോണമായി. മാത്തു, യെസ്, നമ്മുടെ മത്സരം വളരെ രസകരമായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. അതെ. 2 ടീമുകളും മുഴുവനും ആൻസർ ചെയ്തു. ഒരു ടീമാണ് ഒരെണ്ണം വിട്ടുപോയത്. ചെറുങ്ങനെ ഒന്ന് പാളിപ്പോയി. ജസ്റ്റ് മിസ്. അതെ. Just miss. അപ്പൊ ആ മിസ്സായത് അവന്റെ നോട്ടത്തിലുണ്ടായിരുന്നു ഇവിടെ വന്നു. ഈ 2 ടീമുകളിൽ ആരാണ് വിജയി, ഏത് ടീമാണ് വിജയി എന്നുള്ള കാര്യമാണ് എല്ലാവരും ഉറ്റു നോക്കിയിരിക്കുന്നത്. സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ഈ 2 ടീമിൽ ഒരു ടീം വിജയായത്. അതെ. അതായത് ഒരു ടീം 2 മിനിറ്റ് 38 സെക്കൻഡും എടുത്തിട്ടാണ് കംപ്ലീറ്റ് ആൻസർ പറഞ്ഞത്. മറ്റൊരു ടീം എന്നാൽ 2 മിനിറ്റിനുള്ളിൽ ആ ഉത്തരങ്ങൾ മുഴുവൻ പൂർത്തിയാക്കി. അതേത് ടീം? ആരാണ് ആ ടീം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത്തല പിത്തല തവളാച്ചി ചുക്കും റക്കൻ മൂളാപ്പ് മറിയം വന്ന് വിളക്കൊതി ബ്ലാം ബ്ലീം ബ്ലൂ. ഈ റൗണ്ടിലെ വിന്നർ ടീം ബി. അത് മാത്രമല്ല മാത്തു, ഈ ടീമില് ഏറ്റവും കൂടുതൽ ക്യാഷ് ഇപ്പൊ നമ്മളുമായിട്ട് ബെറ്റ് വെച്ചിരിക്കുന്നത് ആ ടീം തന്നെയാണ്, ടീം ബി. അപ്പൊ എന്തായാലും ഐശ്വര്യമായിട്ട് ബാക്കിയുള്ള 2 പേരുടെ കയ്യിൽ നിന്ന് 2 ടീമിന്റെ കയ്യിൽ നമ്മൾ ആ കാശ് വാങ്ങിക്കല്ലേ, അവർക്ക് ഇരട്ടി അങ്ങോട്ട് കൊടുക്കുവല്ലേ? ഉറപ്പ്. ചെല്ലുകല്ലു. നിങ്ങളുടെ പൈസ ഞാൻ മേടിച്ചിട്ടില്ല. അപ്പൊ 30 അതിനകത്തുണ്ട്. ഞാൻ 30 കൂടെ നിങ്ങൾക്ക് തരും. 30 ഇരട്ടി 60,000 രൂപ സ്വന്തമാക്കിയിരിക്കുന്നു ടീം ബി. ടീം എയുടെ കയ്യിൽ 60,000 രൂപയുണ്ട്. അക്ബർ കരയുന്നുണ്ട്. 60,000 ഉള്ളൂ ടീം എയുടെ കയ്യിൽ. ടീം ബിയുടെ കയ്യിലുള്ളത് 1,30,000 രൂപ. ടീം സി 65,000 രൂപ. ഇതാണ് നിലവിലുള്ള അവസ്ഥ. കല്ലു, മാത്തു, സരിഗമപയിലെ കിടിലോൾ കിടിലങ്ങളാണ് ഇപ്പൊ നമ്മുടെ കൂടെ റോക്ക് ആൻഡ് റോളിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഗംഭീരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതെ. ഈ അവസരത്തിൽ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിയുണ്ട്. അതായത് സി കേരളത്തിന്റെ സംസ്ഥാന തലത്തിൽ നടന്ന മത്സരത്തിലാണ് ഇപ്പോ ഇവിടെ ഉള്ളവര് വലിയ 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 താരങ്ങളായതെങ്കിൽ ഇതിന്റെ ദേശീയ തലത്തിൽ നടന്ന മത്സരം സരിഗമപ ലിറ്റിൽ ചാമ്പ്യൻസ്. യെസ്, സരിഗമപയുടെ ആ നാഷണൽ ലെവൽ കോമ്പറ്റീഷനിൽ ചാമ്പ്യനായ ഒരു പെൺകുട്ടി. ഒരുപാട് പേര് അവിടെ പങ്കെടുക്കാനായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ടൈറ്റിൽ വിന്നർ ആവുക എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് അറിയാം അത് എത്രമാത്രം വലിയ കാര്യമാണ്. ഒരുപാട് സന്തോഷത്തോടെ, അങ്ങേയറ്റം ആനന്ദത്തോടെ, അഭിമാനത്തോടു കൂടിയിട്ട് റോക്ക് ആൻഡ് റോളിന്റെ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ആര്യനന്ദ. ആര്യനന്ദകുട്ടി, എങ്ങനെയുണ്ടായിരുന്നു ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഇവിടുന്ന് സെലക്ഷൻ കിട്ടിയിട്ട് അങ്ങോട്ട് പോകുന്നു? എന്തായിരുന്നു ആ സമയത്ത് മനസ്സിലുണ്ടായിരുന്നത്? കൊച്ചിയിലായിരുന്നു ഓഡീഷൻ, ഫസ്റ്റ് ഓഡീഷൻ. ഇവിടുന്ന് സെലക്ട് ആയി. പിന്നെ ബോംബെയിൽ സെക്കൻഡ് ഓഡീഷൻ ആയിരുന്നു. അവിടുന്ന് സെലക്ട് ആയി. അപ്പോൾ ശരിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ ഹിന്ദീൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. എനിക്ക് ഹിന്ദി പറയാൻ അറിയില്ലായിരുന്നു. പിന്നെ പ്രൊനൗൺസിയേഷൻ്റെ കുറച്ച് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. അത് അവിടുത്തെ ഗ്രൂമേഴ്സ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എന്തായിരുന്നു ഏറ്റവും അവസാനം ഒരു ഫിനാലേക്ക് ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്ന ഒരു വേദിയിലും ഇന്ത്യ മുഴുവൻ നോക്കി നിൽക്കുന്ന ഒരു റിയാലിറ്റി ഷോയില് പെട്ടെന്നൊരു ദിവസം ആര്യനന്ദ എന്നുള്ള പേരങ്ങ് അനൗൺസ് ചെയ്യുന്നു? ആ സമയത്ത് എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്?
ഒരുപാട് സന്തോഷം തോന്നി. ഒക്കെ ദൈവത്തിന്റെ അനുഗ്രഹം തന്നെ വിചാരിക്കുന്നു. നമ്മുടെ ഇന്ത്യ മുഴുവൻ കേട്ട ആര്യനന്ദയുടെ ശബ്ദം അതെ, നമ്മള് ഇവിടെ സി കേരളത്തിന്റെ റോക്ക് ആൻഡ് റോളിലൂടെ വീണ്ടും കേൾപ്പിക്കാം. ഉറപ്പായിട്ടും. അടിപൊളി. सजना इन बहारों में दिल की कली खिल गई, मुझको तुम जो मिली हर खुशी मिल गई। मेरी जाने जा ये तेरी चांदनी, छेड़ दो तुम आज कोई प्यार की रागिनी। ये हंसी वादियाँ खुला समा, आ गए हम कहाँ मेरे साजना। ये हंसी वादियाँ खुला समा, आ गए हम कहाँ मेरे साजना। ആര്യക്കുട്ടി അടിപൊളിയാണല്ലോ, ഒരു രക്ഷയില്ലല്ലോ. എന്നാണ് ശബ്ദം? നമുക്ക് എല്ലാവർക്കും ഇപ്പോഴാണ് ശരിക്കായിട്ടും ബോധ്യമായത് എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് ബോംബെ വരെ പോയി ഈ സമ്മാനം മേടിച്ചിട്ട് ആര്യക്കുട്ടി തിരിച്ച് കേരളത്തിലേക്ക് വന്നതെന്ന്. ഒരു ഉഗ്ര കൈയ്യടി കൊടുക്കുക ആര്യക്കുട്ടിക്ക്. सारेगामापा लिल चैंप का विजेता आर्यनंदा पवन। मेरे सजना इन बहारों में दिल की कली खिल गई, मुझको तुम जो मिली हर खुशी मिल गई। मेरी जाने जा ये तेरी चांदनी, छेड़ दो तुम आज कोई प्यार की रागिनी। അപ്പൊ എന്തായാലും ആര്യക്കുട്ടി ഇവിടെ വന്നതിലും ഇങ്ങനെ പാട്ട് പാടിയതിലൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ട് ഞങ്ങള് ഓക്കെ ടാറ്റാ ബൈ എന്ന് പറഞ്ഞിട്ട് വിടൂല. അപ്പൊ കല്ലു, ആര്യക്കുട്ടിയുടെ ഈ ഭയങ്കര വലിയ വിജയത്തിന്റെ നമുക്ക് കൊടുക്കാനുള്ള ചെറിയ സമ്മാനം ഇപ്പൊ മുമ്പിലിരിക്കുന്നുണ്ട്. ആര്യക്കുട്ടി അത് മുറിച്ച് അതിനെ പങ്കുവെച്ച് നമ്മൾ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാണ്. റെഡി? മാത്തു, യെസ് കല്ലു. ശരിക്കുള്ള മത്സരം ഇവർക്ക് കൊടുത്തിട്ടില്ലല്ലോ മാത്തു. അതെ, കുറച്ചു നേരമായിട്ട് നമ്മളിങ്ങനെ കിടന്നിങ്ങനെ വലിയ ബഹളമൊന്നും ഇല്ലാത്ത മേത്ത് കൊള്ളാത്ത രീതിയിലുള്ള മത്സരങ്ങളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. എന്റെ ഒരു ഫേവറേറ്റ് മത്സരമുണ്ട്, നമ്മുടെ തരിപ്പ് സിംഹാസനം. അതിന് ബെസ്റ്റ് ആൾക്കാരാണ്. കാരണം ഈ സംഗതി വരാത്ത ആൾക്കാരുണ്ടല്ലോ, അവർ സാധാരണ എന്തെങ്കിലും ഇങ്ങനെ ഒരു എർത്ത് പിടിക്കുന്ന ഒരു പരിപാടി. അപ്പൊ എന്നാലും നിങ്ങളുടെ സംഗതി എങ്ങാനും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് കൂട്ടിയിടാനുള്ള സിംഹാസനം ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. സംഭവം വളരെ സിമ്പിൾ ആണ്. ഒരാൾ അവിടെ ഇരുന്ന് പാടണം, അത് ഏത് പാട്ടാണെന്ന് അപ്പുറം നിൽക്കുന്ന ആൾ പറയണം. അത്രേ ഉള്ളൂ. അവിടെ നിൽക്കുന്ന ആളുടെ ചെവിയിലേക്ക് ഒരു ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ടാവും. അവിടെ ഇരിക്കുന്ന ആൾക്ക് ചെറിയൊരു തരിപ്പ് നൽകും.
അപ്പൊ നമ്മുടെ തരിപ്പ് സിംഹാസനം രംഗത്തെത്തിയിരിക്കുകയാണ്. അതെ, നമ്മുടെ റൗണ്ടിന്റെ പേര് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കിളി പോകുമോ അതോ തിരിച്ചു വരുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ A-B-C 3 ടീമായിട്ട് വീണ്ടും മത്സരിക്കാനായിട്ട് പോവുകയാണ്. ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഇവർ എത്ര രൂപ ബെറ്റ് വെക്കുന്നുണ്ട് ഈ കാര്യത്തിന് നോക്കാം അല്ലെ? നോക്കാം. ടീമേ എത്ര രൂപ ബെറ്റ് വെക്കുന്നുണ്ട്? 40. അമ്പോ, 1 ഡീലാണ് കേട്ടോ. 1 ഡീലാണ്. അതായത് 4x3 3 12 1,20,000 രൂപ കിട്ടും. അമ്പോ, എങ്ങാനും അടിച്ചല്ല, ഭീകരായിരിക്കും, ഭീകരം. ടീം ബി 40. 40 കളി മൂക്കട്ടെ. യെസ്. ടീം സി ഞങ്ങളൊരു 35. അതെന്നാ പരിപാടിയാണോ? അതിന് ഞങ്ങളുടെ പൈസ ഇല്ല. ഒരു 5,000 രൂപയ്ക്ക് വേണ്ടിട്ട് നീ എന്തിനാ ഇങ്ങനെ ഉദ്ദേശിക്കണേ? 40,000 കണ്ട കളി മൂത്തതാ. അതാണ് അതിന്റെ രസം. ഇപ്പൊ എത്രയൊക്കെ ആയി? 40. അടിപൊളിയാണല്ലോ. മൊത്തത്തിൽ എന്തായാലും എല്ലാവരും ഈ തവണ പൊളിച്ചിട്ടുണ്ട്. 40ന്റെ 3 ഇരട്ടിയാണ് ഈ തവണ വിജയിക്കുന്ന ടീമിന് സമ്മാനമായിട്ട് ലഭിക്കാൻ പോകുന്നത്. മാത്തു, എനിക്കൊരു പണി എളുപ്പം. എന്താ? കാരണം 2 ടീമിന്റെ കൂടെ മേടിച്ച് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം A-B-C നമ്മൾ എല്ലാ പ്രാവശ്യം ഉണ്ടല്ലോ ഏല വിളിക്കാറ്, നമുക്കൊന്ന് മാറ്റി പിടിക്കാം. ആകാശതാമര പോലെ എന്തിനും എവിടെയും സ്പാർക്ക് കൊടുക്കുന്ന ഭരതാണ് തരിപ്പ് കസേരയിലേക്ക് ഇപ്പൊ വന്നിരിക്കാനായിട്ട് പോകുന്നത്. ഹലോ, അവിടെ സിംഹാസനത്തിൽ നമ്മുടെ ചെക്കനെ നമ്മൾ ഉപവിഷ്ടനാക്കിയിട്ടുണ്ട്. അതെ, ഇവിടെയാണെങ്കിൽ ശ്വേത കിരീടമൊക്കെ വെച്ച് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. മത്സരം തുടങ്ങാൻ പോകുന്നു. 3, 2, 1. കാട്ടിലെ മൈ, കാട്ടിലെ മൈ മൈന പാട്ട് പഠിപ്പിച്ച പവിഴം മല്ലി പൂത്തലഞ്ഞ നീലവനം വാതുക്കൽ വെള്ളരിപ്രാവ് കർത്താവ് കർത്താവേ നീ കൽപ്പിച്ചപ്പോൾ ഹിന്ദിയോ? മേനെ പ്യാർ കിയാ. എന്ത് ചെയ്ത് ഓർക്കപ്പുറത്തന്റെ പിന്നീന്നൊരടിയത്. തണല് ഒന്നുകൂടെ പറയട്ടോ. കാറ്റാടിയില്ലേ കറങ്ങുന്ന കാറ്റാടി തണലും. തൊട്ട് നോക്കി തൊട്ട് നോക്കാമോ? അതന്നെ. തൊട്ട് നോക്കാമോ? എനിക്ക് പാട്ടറിയില്ല. ചിരിയോ നൊമ്പര ചിരി. മാണിക്യം മലരായ വീതി. ദേവസംഗീതം നീയല്ലേ? മധു, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? സത്യത്തിൽ ഈ ഐഡിയ ആരുടെ ഐഡിയ? എന്റെ ഐഡിയ. അപ്പൊ എന്തായാലും ശ്വേത ഭരത് ഗംഭീര പ്രകടനമായിരുന്നു. എന്തായാലും ടീം സിയുടെ ഗംഭീര പ്രകടനത്തിന് ശേഷം തരിപ്പ് സിംഹാസനത്തിലേക്ക് വരാനായിട്ട് പോകുന്നു ടീം ബി. ആരാണ് വരുന്നത്? ലിബിൻ ആൻഡ് മിഥുൻ. വരൂ. ചിലപ്പോ എനിക്ക് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ ഇങ്ങനെ. അതായത് ഇവിടെ എത്രമാത്രം വൈകുന്നോ അത്രമാത്രം തരിപ്പ് നിനക്ക് അവിടെ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തുടങ്ങാം. റെഡി, 3, 2, 1 സ്റ്റാർട്ട്. പറഞ്ഞോ. കാർമുകിൽ വർണ്ണന്റെ
ഗോകുല പാല ബാലക ഗോപികമാരുടെ കാമുക ഉണ്ണിക്കണ്ണാവായം ഉണ്ണിക്കണ്ണാവാ പടമുടുത്തവൾ ചുണ്ടിൽ ചുണ്ടിൽ വർണ്ണന്റെ ചുണ്ടിൽ കാമുകി അതന്നെ ചുണ്ടിൽ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. ഓക്കെ. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോടക്കുഴൽ ഓടക്കുഴൽ ഇന്നലെ നീയൊരു ഇന്നലെ മയങ്ങുമ്പോൾ ഇന്നലെ നീയൊരു ഓക്കെ പാട് ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ ഓക്കെ. തുമ്പിപ്പെണ്ണേ വാ വാവാ മനോരഞ്ജനി തുമ്പിപ്പെണ്ണേ വാവാ തുമ്പി പെണ്ണേ പെണ്ണേ വാവാ കണ്ടില്ല പുള്ളിങ്ങനെയാണല്ലോ കാണുമ്പോൾ പറയാ കാണുമ്പോൾ പറയാമോ കാണുമ്പോൾ പറയാമോ കരളിൽ വാതിൽ പഴുതിലൂടെ മുന്നിൽ വാതിൽ പഴുതിലൂടെ മുന്നിൽ ഇതെങ്ങനെ പാടും മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും മാലിനിയുടെ തീരങ്ങൾ ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം പാടിക്കൊടു. ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന അടിപൊളി. മതി. കല്ലു, എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, പല പാട്ടുകളും ഇതിന് കറക്റ്റ് ആയിട്ട് മനസ്സിലായിരുന്നു. പക്ഷെ അവനെ കൊണ്ട് ഒരു തരിപ്പങ്ങടെ കേറ്റാൻ വേണ്ടിട്ട് അത്രയും നേരം ഞാൻ ആ ചെയറിലിരിക്കാന്ന് പറഞ്ഞ ആൾ കൃത്യസമയത്ത് കാല് മാറി. പറ്റിയ ഗുരുവും പറ്റിയ ശിഷ്യന്മാരും. അതാണ് ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ടീം എയിലേക്ക് വരാം. എല്ലാ പ്രാവശ്യവും ഏറ്റവും ആദ്യം അനുഭവിക്കാറവരാണ്. പക്ഷേ ഈ പ്രാവശ്യം ഏറ്റവും അവസാനം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ റെഡി ആയിട്ട് നിൽക്കുന്നത്. ആരാണ് ഇവിടെ ഇരിക്കാൻ പോകുന്നത്? ആരാണ്? കല്ലു, അപ്പൊ എന്തായാലും മറ്റുള്ളവർക്ക് മുൻപിൽ ഒരു ക്രൂരനാകാനായിട്ട് സ്വയം പറ്റില്ലാത്തത് കൊണ്ട് മാത്രം പരിപ്പസേനയിൽ വന്നിരിക്കുന്ന അക്ബർ റെഡി. അപ്പൊ അങ്ങനെയാണെങ്കിൽ 3, 2, 1 സ്റ്റാർട്ട്. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറ്റേ നീ വീശരുതിപ്പോൾ, കാറ്റേ നീ വീശരുതെപ്പോഴാ അടുത്ത കാണിക്കും. അടിപൊളി. മൗനം സ്വരമായി മൗനം സ്വരമായി പൊൻവീണയിൽ മൗനം പാമരം പളുങ്കുകൊണ്ട് പാൽനിലാവിനും ഒരു നൊമ്പരം പാൽനിലാവിനും ഒരു നൊമ്പരം കണ്ട് രണ്ട് കണ്ണ് കണ്ട് രണ്ട് കണ്ണ് മുറ്റത്തെ മുല്ലേ ചൊല്ല് അമ്മ മഴക്കാരനോ അമ്മ മഴക്കാരന് ആകാശ താമര പോലെ ആകാശ താമര പതിരവായി നേരം ശ്വേത പാടി കാറ്റ് വന്ന് കള്ളനെ പോലെ ഏതാ പാട്ട് കാറ്റ് വന്നു കള്ളനെ പോലെ
പൊളിച്ചു മച്ചാനെ, പൊളിച്ചു. അപ്പൊ എന്തായാലും ബാക്കി 2 ടീമുകൾ തമ്മിലാണ് ഈ മത്സരത്തിൽ ഈ റൗണ്ടിൽ ശരിക്കുള്ള കോമ്പറ്റീഷൻ നടന്നിരിക്കുന്നത്. അതിൽ ഒരു ടീം 2 മിനിറ്റും 55 സെക്കൻഡുമാണ് പെർഫോം ചെയ്തത്. മറ്റൊരു ടീം എന്ന് പറയുന്നത് 1 മിനിറ്റും 40 സെക്കൻഡുമാണ് പെർഫോം ചെയ്തത്. ഞാൻ പറയട്ടെ, എനിക്ക് എന്റെ വിശ്വാസം ടീം എ ആയിരിക്കും ജയിക്കാൻ സാധ്യത. അങ്ങനെ പറയാൻ തോന്നുന്നുണ്ടോ? മനസ്സ് സമ്മതിക്കുന്നുണ്ടോ? അല്ലേ? അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സംശയം വേണ്ട, ഈ റൗണ്ടിലെ വിന്നർ ടീം എ. കല്ലു, എത്രയൊക്കെ വെച്ചിട്ടായിരുന്നു ഒരു ബെറ്റ് വെച്ചിരുന്നത്? 40 ഒരു പ്രശ്നമില്ല മാത്തു. ആ 40ഉം ഈ 40 പടി ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റിൽ. ടീം എയുടെ കയ്യിൽ ഇപ്പോഴുള്ള തുക 1,40,000. ടീം ബിയുടെ കയ്യിൽ അവശേഷിക്കുന്നത് 90,000. ടീം സി ആകെ മൊത്തം ടോട്ടൽ 25,000 രൂപ. അങ്ങനെ നമ്മൾ ഗംഭീരമായ 4ാമത്തെ റൗണ്ടിലേക്ക് പോവാണ്. ഈ റൗണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി നിങ്ങൾ ബെറ്റ് വയ്ക്കുന്ന തുകയുടെ 5 ഇരട്ടിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതായത് ഇതുവരെ നിങ്ങൾ എത്ര നേടി എന്നുള്ളത് പ്രശ്നമേ അല്ല. ചിലപ്പോ ഏറ്റവും അവസാനത്തെ റൗണ്ടിലായിരിക്കും നിങ്ങൾ ഒരു രക്ഷയില്ലാത്ത മുന്നേറ്റം നടത്താനായിട്ട് പോകുന്നത്. 4ാമത്തെ റൗണ്ട് നമ്മൾ അങ്ങോട്ട് ആരംഭിക്കാനായിട്ട് പോവാണ്. ഇത് വളരെ ചെറിയൊരു റൗണ്ടാണ്. എന്റെ ഒരു സുഹൃത്തിനെ നമ്മൾ ഈ വേദിയിലേക്ക് വിളിക്കും. അതിനുശേഷം ആ സുഹൃത്തിന് നമ്മളൊരു പാട്ട് കേൾപ്പിച്ചു. ആ പാട്ട് അവർ ഹെഡ്ഫോണിൽ കേൾക്കുന്ന ആ പാട്ട് നമ്മളെ വെറുതെ അങ്ങ് പാടുകയും അത് വെറുതെ നമ്മൾ അങ്ങോട്ട് പാടുക. വെരി സിമ്പിൾ. നിങ്ങളിപ്പോ 3 പേരുണ്ട്, 3 ബുദ്ധിയാ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ റൗണ്ടിന്റെ പേരും ഭയങ്കര വെറുതെ ഒരു പേരാണ്. എന്താണ്? ജോസഫേ, കുട്ടിക്ക് മലയാളം അറിയാ. ജോസഫേ, കുട്ടിക്ക് മലയാളം അറിയാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്റെ സുഹൃത്തിനെ വിളിക്കാം അല്ലെ? വിളിക്കാം, തീർച്ചയായിട്ടും. എന്റെ സുഹൃത്തിന് പേരില്ലേ? സുഹൃത്തിന്റെ പേരൊക്കെ തന്നെ. ഞങ്ങൾ തമ്മിൽ എല്ലാ ദിവസവും വൈകുന്നേരം, അതായത് ഫ്രീ ടൈം കിട്ടുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിരിക്കും. നമ്മൾ ലോക കാര്യങ്ങളെ കുറിച്ചും കേരളത്തെക്കുറിച്ചും രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഭയങ്കര വർത്തമാനം പറയുന്ന എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ്. സുഹൃത്തിന്റെ പേര് പറയണ്ടേ? സുഹൃത്തിന്റെ പേര് മിനിമോൾ. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ലല്ലോ എല്ലാ ദിവസവും. മിനിമോൾ കണ്ടിട്ടില്ലേ? ഇല്ല. മിനിമോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്റെ മിനിമോൾ നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ മിനിമോൾ വരട്ടെ. കുടുക്കുപൊട്ടിയ കുപ്പായം മുടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണ് നീ, നടുക്കിരുന്നവളാണ് നീ. മിനിമോൾ, സുഖല്ലേ? ഹവ് യു? Good, thanks, and you? എന്താ ചോദിക്കുന്നത്? നിന്നോടാ ചോദിച്ചേ. നിനക്ക് സുഖാണോന്ന്? Yes, I'm fine. So fine. എടാ, നിങ്ങൾ വൈകുന്നേരം സംസാരിക്കുന്ന ഭാഷയിൽ തന്നെ നീ പറഞ്ഞാൽ മതി. അത് ഹൃദയത്തിന്റെ ഭാഷയാ. അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഭാഷയല്ല. പക്ഷെ നീ ഇപ്പൊ എന്റെ മുഖത്തല്ല, അവിടെ കൈ പിടിച്ചിട്ട് നീ എന്റെ മുഖത്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹൃദയത്തിന്റെ ഭാഷ അങ്ങോട്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമല്ലായിരുന്നോ? അതായത് ഒരു ഫോറിന്റെ അടുത്ത് ഒരുപാട് നേരം സംസാരിക്കണമെന്ന് അല്ലേ? സംസാരിച്ചോ? അതല്ല, He's the all-rounder of this show. ഭയങ്കര വർത്തമാനം. Lovely to meet you. Okay. What's your name? Natasha. നിങ്ങളുണ്ടല്ലോ, മിനിമോളാണോ ഇത്? അല്ല, നടാഷ. നടാഷ. അത് എങ്ങനെയാണെന്നറിയോ? നടാഷ സ്വന്തം പേര് പറയുന്നത് നടാഷ എന്ന്, പക്ഷെ ഞാൻ വിളിക്കുന്നത് മിനിമോളെ എന്നാണ്. അല്ലേ മിനിമോളെ? Minimo? What is that? മിനിമോൾ എന്നല്ല ഞാൻ പറഞ്ഞ മിനിമൽ. ഇംഗ്ലീഷ് പറയുന്ന ആരാ? ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ഗംഭീര ഷോയാണ്. പറ. This is a very great show. ഇതിൽ 2 അവതാരകരാണുള്ളത്. There are 2 anchors in the show. അവർ രണ്ടുപേരും കേരളത്തിൽ വേണ്ട, ഇന്ത്യയിൽ വേണ്ടല്ലേ, ലോക പ്രശസ്തരാണ്. They are world famous. വേൾഡ് ഫേമസ് തന്നെയല്ലേ നീ പറഞ്ഞത്? വേൾഡ് ഫേമസ് എന്നല്ലേ പറഞ്ഞു? എനിക്കിപ്പോ വന്ന് അവളുടെ ഇംഗ്ലീഷ് മനസ്സിലാവണ്ടായി. ഓക്കെ, ഈ പ്രോഗ്രാമിൽ വരുന്ന ആൾക്കാരൊക്കെ ലോകം മുഴുവൻ ശ്രദ്ധിക്കും. Okay, so the people who participate in the show are known worldwide. Okay. അതൊക്കെ വിശ്വസിച്ചു തോന്നുന്നു. ഇനി ഒരു കാര്യം കൂടെ പറ. ഇനി ഹെഡ്ഫോൺ വെക്കണമെന്ന് പറയാം. മൈജിയുടെ ഹെഡ്ഫോൺ വെക്കും, അതിനകത്ത് കേൾക്കുന്ന പാട്ട് ഇവർക്ക് പാടി കേൾപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അതിൽ കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഈണം കിട്ടുന്ന സാധനം ഈണമായിട്ടും വാക്കുകൾ കിട്ടുന്നത് വാക്കുകളായിട്ടും പറഞ്ഞു കേൾപ്പിക്കണം. Okay. So you have to put on a MyG headphone. Okay. And then whatever you hear, you'll just have to repeat it. Okay. In whatever way you know, like in tune or whatever you can take. Okay. Prepare to laugh. അത്രയുള്ളൂ. സംഭവം കഴിഞ്ഞു. എനിക്ക് നടാശ ഇഷ്ടമാണെന്നും കൂടെ പറഞ്ഞു. He likes you.
I like you too. I like you too എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഈ രണ്ടുപേരെ ഇഷ്ടമാണെന്നല്ല. ആ ടു അല്ല, ഇത് വേറെ ടു. ഇത് ടി ഓ ആ ഓ. That's all your honor. That's all your honor. Thank you so much. മാധു, ഇനി മോളെ പോലെയുള്ള ആൾക്കാരെ നമുക്ക് സ്റ്റേജിൽ 1-2 പേരെ സ്റ്റോക്ക് വയ്ക്കാം. ഉറപ്പായിട്ട് അതൊരു കരുതൽ നിധിയായിരിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള നിധി ഉണ്ടല്ലോ, ആ നിധിയിൽ എത്ര വെച്ചിട്ടാണ് ഈ ഗെയിമിലേക്ക് നമ്മൾ വെക്കുന്നത്? ഫുൾ എമൗണ്ട് ബെറ്റ് വെക്കുന്നു. ഈ 140 ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ×5 നമ്മൾ കൊടുക്കേണ്ടി വരും. അവൾക്ക് ഇംഗ്ലീഷ് മാത്രമല്ല കണക്കും അറിയാൻ തോന്നുന്നു. കണക്കും അറിയാം. ഓക്കെ ശരി. ടീം ബി ഫുൾ എന്ന് പറയുമ്പോൾ എത്ര? 90,000 വെക്കുന്നു. ×5 ഇരട്ടി ആയിരിക്കും കിട്ടുക. പിന്നെ ഇതെല്ലാവരും ഉറപ്പിച്ച കേസാണല്ലോ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. അത് ഏറ്റവും അധികം പറയാനുള്ളത് ടീം എയോടാണ്. കാരണം ഈ മത്സരത്തിൽ ഈ റൗണ്ടിൽ നിങ്ങൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പിന്നെ 10ന്റെ പൈസ ഉണ്ടാവില്ല. മറിച്ച് ഈ മത്സരത്തിൽ അപ്പൊ വിജയിക്കുന്നത് ഭരതാണെങ്കിൽ ഈ എപ്പിസോഡിന്റെ വിന്നർ ഭരതൻ ടീമായിരിക്കും. ഒരു 15,000 വെച്ചിട്ട് അങ്ങ് വിട്ടായിരുന്നെങ്കിൽ പോയി കഴിഞ്ഞാലും വലിയ കാര്യമായിട്ടൊന്നും അങ്ങോട്ട് പോകില്ലായിരുന്നു. മാധു, ഇതിനകത്ത് ഇപ്പൊ ന്യായമായ ഒരു കാര്യം, ഇപ്പൊ ബാങ്കിന് താല്പര്യം ആര് ജയിക്കണം എന്ന് വെച്ചാൽ ഭരത് ജയിക്കണം എന്നാണ്. കാരണം നമുക്ക് 1,25,000 രൂപയിൽ കാര്യം ഒതുക്കാം. പക്ഷെ ഇവരെങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ നെട്ടോട്ട് ഓടിയിട്ട് വരും, നമ്മൾ തണ്ടേണ്ടി വരും. മാധു, നതാഷ മൈജിയുടെ ഹെഡ്ഫോൺ ഒക്കെ വെച്ചിങ്ങനെ നിൽക്കുകയാണ്. നതാഷയ്ക്ക് കിട്ടുന്ന വാക്കുകളും ആ മ്യൂസിക്കും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പാട്ട് കണ്ടുപിടിക്കാം. റെഡിയാണല്ലോ? നതാഷ, shall we start? Music please. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. കൊണ്ടുവാ. കല്ലു, ഞാനുണ്ടല്ലോ ഈ എപ്പിസോഡ് തുടങ്ങിയതിന് ശേഷം ഏറ്റവും ആദ്യമായിട്ട് അവന്റെ മുഖത്തിന് എനർജി കണ്ടത് ഇപ്പോഴാ. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. റെഡി? നെക്സ്റ്റ് സോങ് പ്ലീസ്. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ ഒരു മറുകാപ്പിനാര Spera fatte sola tortuma. അവിടെ 3 ബസ്സമർത്തി. ഏതാ പാട്ട്? സ്റ്റോപ്പ്. ഇതിൽ ഒന്നാരാ? പാടിക്കോ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശ. മത്സരത്തിന്റെ ഹാരം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഒരു പാട്ട് അവിടെ, ഒരു പാട്ട് ഇവിടെ, സംപൂജ്യരായി കുറെ പേര് ഇവിടെ. അതും ലക്ഷപ്രഭുവായിരുന്ന ഇവരിവിടെ. റെഡി? അടുത്ത പാട്ട്. പൂനിലാമഴ പെയ്തിറങ്ങി. Poriname periname ya. Bla na na na. Poriname periname ya. Bla na na na. പൂനിലാമഴ പെയ്തിറങ്ങി. പൂനിലാമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ തോർക്കാൻ മാരിവില്ലൊളി വീണലിഞ്ഞൊരു രാഗമാലിക ചൂടാ. അതെ, ഭരതിനിപ്പോ 2 പോയി. എനിക്കൊരു ആംബുലൻസ് റെഡിയാക്കി വെക്കേണ്ടി വരും. പണ്ട് ഇന്ത്യയും കെനിയയും തമ്മിൽ മത്സരിക്കുന്ന സമയത്ത് ഞാൻ ഇത്രയും വലിയ അട്ടിമറി കണ്ടിട്ടുണ്ട്. ഞാൻ ഇത്രയും വലിയ ടെൻഷൻ ഇതുവരെ അടിച്ചിട്ടുമില്ല. മിക്കവാറും ഇത് കഴിയുമ്പോൾ ആംബുലൻസ് റെഡിയാക്കേണ്ടി വരും. ഓക്കെ, ആ ആവശ്യങ്ങളുണ്ട്. നമുക്ക് 4ാമത്തെ പാട്ട്. ദേവദൂതർ പാടി, സ്നേഹദൂതർ പാടി. Si paduka kani, uga duta dala, na 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 na. ദേവദൂതർ പാടി, സ്നേഹദൂതർ പാടി. ആണോ? ദേവദൂതർ അതെ, ഒരു അട്ടിമറി വിജയം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാങ്ക് സന്തോഷിക്കുകയാണ്, ബാങ്ക് തുള്ളിച്ചാടുകയാണ്. ബാങ്കിന്റെ ശരിക്കുള്ള കളി കാണണം നിങ്ങൾക്ക്.
ആരുടെ തീരുമാനമായിരുന്നു ഈ ഫുൾ എമൗണ്ടും ഇടുത്തങ്ങൾ എറിയാന്ന്? എന്റെ കൗതുക ലേശം കൂടുതലാ, മാപ്പാക്കണം. അപ്പൊ എന്തായാലും ഒരു അട്ടിമറി വിജയമുണ്ടോ ഇല്ലയോ എന്ന് പ്രേക്ഷകർ മുഴുവൻ ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്, കണ്ണു പാർത്തിരിക്കുകയാണ്. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. നെക്സ്റ്റ് സോങ്. കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ. കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ. അടിപൊളി. ഇപ്പോഴാണ് അക്ബറിന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. അതെ, ശരിക്കും. പക്ഷെ നേരെ നിവർന്ന് വീഴാറായിട്ടില്ല. അതെ, കാരണം എപ്പോഴും സ്കോർ ചെയ്ത് നിൽക്കുന്നവര്. അതെ, ഓക്കെ. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. നെക്സ്റ്റ് പാർട്ട്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്. അയല പൊരിച്ചതുണ്ട്, വറുത്തതുണ്ട്, അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്. കുടം പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. സിയും എയും തമ്മില് അതിഭീകരമായിട്ടുള്ള ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നടുക്ക് നിൽക്കുന്ന ബി എന്തിനാണ് ഇവരുടെ മൂന്നാളെ കൈ ഇങ്ങനെ എന്തായാലും ജോസഫ് കുട്ടിക്ക് മലയാളം അറിയാം എന്ന റൗണ്ടിലെ ഏറ്റവും അവസാനത്തെ പാട്ട് വരുന്നു. എം ജെ. മോഹമുന്തിരി വാറ്റിയ രാവ് സ്നേഹരതിയുടെ മനസ്സിലായില്ല? എനിക്ക് മനസ്സിലായില്ല. ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ. അപ്പൊ ഏതാ പാട്ട്? മോഹമുന്തിരി വാറ്റിയരാവ്. കല്ലു, നമ്മുടെ റോക്ക് ആൻഡ് റോളിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ അട്ടിമറി വിജയം നേടിക്കൊണ്ട് ഭരതാൻ ടീം നേടിയിരിക്കുന്നു 1,25,000 രൂപ. നമുക്ക് എന്തായാലും ഐശ്വര്യമായിട്ട് അക്ബറിനെ കൊണ്ട് ഭരതിന് ഈ കാശ് കൊടുപ്പിക്കാം. കൊടുത്തോ. മുഴുവൻ കൊടുക്കണം, മുഴുവൻ. നമുക്ക് സമാധാനപരമായിട്ട് നമുക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഈ പരിപാടി അങ്ങോട്ട് പിരിച്ചുവിടാം. ഈ എപ്പിസോഡ് നമുക്ക് അങ്ങനെ അവസാനിപ്പിക്കാം. അല്ല, അവന്റെ ഒരു കാര്യം കൂടെ പറയാൻ, അവനൊന്ന് ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ ജയിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? സാരമല്ല, പോട്ടെ. അവന്റെ സങ്കടം മാറാൻ വേണ്ടിട്ട് അവന്റെ തന്നെ ടീമിലെ നമ്മുടെയൊക്കെ ഇവിടുത്തെ തലതൊട്ടപ്പനായിട്ടുള്ള ഷെരീഫ് ഖാനെ കൊണ്ട് നമ്മളൊരു പാട്ടും പഠിപ്പിച്ചിട്ട് ഈ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുന്നു. ഇത് സ്വയംവര സിൽക്സ് കോ പ്രസൻസ് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. ബ്ലോക്ക് ബസ്റ്റർ പാർട്ണർ മൈജി ആൻഡ് കോസ്മെറ്റിക് പാർട്ണർ ഡാസ്ലർ എറ്റാന.